ഹായ് കൂട്ടുകാരെ, നല്ല കപ്പപ്പുഴുക്കും കോഴിക്കറി, അതുപോലെ ബ്രെഡും കോഴിക്കറി, ഇതൊക്കെ നല്ല കോമ്പിനേഷൻ അല്ലേ? ടാറ്റാനിക്കിൻ്റെ രണ്ടാം ഭാഗം വായിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഇഞ്ചി, തക്കാളി, വെളുത്തുള്ളി നല്ലപോലെ അരച്ചത് അതിനകത്തേക്ക് പച്ചക്കുത്ത് മാറണ വരെ നല്ലപോലെ വഴറ്റി എടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് സബോള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല പോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന പൊടികളെല്ലാം ചിക്കൻ മസാലയും ഗരം മസാല, കാശ്മീരി മല്ലിപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നല്ല പോലെ അത് മൂത്ത് വരണവരെ ഇളക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ ആവശ്യമുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ തിളയ്ക്കും. കാശ്മീരി ചില്ലി ഇടുമ്പോൾ നല്ല ചുമപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനാണ് കാശ്മീരി ചില്ലി ഇടണേ. അപ്പോൾ നല്ല എരിവുള്ള മുളക് ഈ ചിക്കൻ്റെ ഒപ്പം ഞാൻ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചിക്കനും കൂടി തട്ടിയിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി അത് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ കപ്പപ്പുഴുക്കിൻ്റെ കൂടി അങ്ങോട്ട് കുഴച്ച് തിന്നാൻ എൻ്റെ അമ്മോ സൂപ്പർ.